എല്ലാവരുടെയും ഓണത്തിന് മുന്നേയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കാണും അല്ലേ. ഞങ്ങളിന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഒരു പരിപാടിക്കും പോകാതെ ഇവിടെ തന്നെ നിന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന്. ഭാഗ്യത്തിന് ഇന്ന് വലിയ കല്യാണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇന്ന് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുക്കിംഗ് രാവിലെ ഒരു മുട്ട റോസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി ഇന്നലത്തെ പൂരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് ലഞ്ചും ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെ വീട്ടിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ദിവസങ്ങളിൽ ആദ്യം ഏൽപ്പിക്കും, ഇന്ന് ചോറ് വെക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒരു പാഴ്സൽ വാങ്ങാമെന്ന്. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. കാരണം അങ്ങനെ ഒരു ഫ്രീ അവിടെ ഒരു നമ്മൾക്കൊരു റിലാക്സേഷൻ കിട്ടുമ്പോൾ ആ ഒരു എനർജി മുഴുവൻ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് എടുക്കാമല്ലോ. നമ്മൾ ഡെയിലി അടിക്കലും പിന്നെ 1-2 ദിവസം കൂടുമ്പോൾ തുടക്കമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ എല്ലായിടത്തും അപ്പോൾ നമ്മുടെ കൈയൊന്നും, അതായത് സോഫയൊക്കെ നീക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ജനലൊക്കെ കുറച്ചൊരു ലെങ്ത് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും നമ്മുടെ കൈ ഡെയിലി ഒന്നും എത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓണം വിഷു ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ തൊട്ട് മുന്നേ എന്തായാലും ചെയ്യും. അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോഴാണ് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 മാസം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്ലീനിങ് ഡേയിൽ നമ്മൾ ഹോളിഡേ അല്ല എങ്കിൽ ഞാൻ ഒറ്റക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്നും എടുത്താലും തീരില്ല. ഇതിപ്പോൾ ഒരു ജനൽ തന്നെ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും വന്ന് തുടക്കുമ്പോൾ നല്ലതാണ്. കാരണം ഉള്ളിലുള്ള പൊടി എനിക്കും പുറത്തുള്ള പൊടി അപ്പുറത്തൊന്നും തട്ടാലോ. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലീനിങ് ഡേ ഇഷ്ടമാണോ? എനിക്ക് ക്ലീനിങ് ഡേ എന്ന് പറയുമ്പോൾ അത് ആക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു നമ്മുടെ ഒരു നീറ്റ്നെസ് ഇല്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുക്കിങ്ങും ഇഷ്ടമാണ്, പക്ഷേ കുക്കിങ്ങും ക്ലീനിങ്ങും കൂടെ ഒരുമിച്ചിട്ട് ഒരു ദിവസം എനിക്കിഷ്ടമല്ല. ഏതെങ്കിലും ഒന്ന് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അടുക്കളയിൽ കയറാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ എനർജി കുറേ ലോസ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ ഏജ് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് പണ്ടത്തെ ആ ഒരു ഉഷാറ് കിട്ടില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ നമുക്ക് പ്രത്യേക ഒരു വൈബും ഫീലും ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഫുൾ ഡേ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ നല്ല ടയേർഡായി പോകും. കാരണം കുക്കിംഗ് കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടയേർഡാവും. ഞാനിപ്പോൾ വൈകുന്നേരമാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സന്ധ്യ 6 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ടയർഡ്നെസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാം, കഞ്ഞിയും പയറും ചമ്മന്തി അങ്ങനത്തെ ഒക്കെ വെക്കാം. അല്ലെങ്കിൽ ബിരിയാണിയിലെ 1 പോട്ട് ബിരിയാണി അതും എളുപ്പമാണ്. അതൊക്കെ നമ്മൾ ആദ്യം ആക്കി വെച്ച് നമുക്ക് വേഗം കഴിയും. ഈ മരത്തിൻ്റെ ഫർണിച്ചേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന പൊടികൾ അത് ഒരു 1-1.5 പൊടിയാണ്. നമ്മളിവിടെ ഗുളികക്കാലെന്നും പറഞ്ഞിട്ട് കുറേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കൈ ഇട്ടിട്ട് ഇതിൻ്റെ പൊടി പോക്കലെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോരാത്തതിന് നമ്മൾ പ്ലാന്റ്സും വെക്കും. അപ്പോൾ അതിലും ഉണ്ടാവും വണ്ണാമ്പിലയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി തുടക്കുക. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് നല്ലൊരു വൈബാണ്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ ഇത് അടുത്ത് അപ്പുറം വെച്ച് അപ്പുറത്ത് ഇപ്പുറം വെച്ച് ഇങ്ങനത്തെ കളിയാണ് ഞാൻ കളിക്കാം. അപ്പോൾ എപ്പോഴും ഇവർ പറയും, പിന്നെ പൂച്ച കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്ന പോലെയാണ് നീ അവിടെ നിന്ന് ഇവിടെ വെച്ച് ഇവിടെ നിന്ന് അവിടെ വെച്ചെന്ന്. ഇങ്ങനെ ഒരേപോലെ തന്നെ കാണുന്ന ഇഷ്ടമല്ല. ഇടയ്ക്ക് നമ്മുടെ കട്ടിലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ ജനലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ പണി ഈ ഡീപ്പ് ക്ലീനിങ്ങിൽ വരുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഡ്രോയേഴ്സിൻ്റെ ഒക്കെ ഉള്ളിൽ വൃത്തിയാക്കലാണ്. ഈ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എല്ലാതും കൊണ്ടുപോയിട്ട് ഇതിലുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് വേണം വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എടുത്തിട്ട് മാറ്റിയേക്കാൻ. അങ്ങനെ അത് ക്ലീൻ ചെയ്യുകയാണേ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. കീ ഇടാൻ വേണ്ടിയിട്ടും റിമോട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മാറ്റിയിട്ട് പേഴ്സ് വെക്കാനൊക്കെ. അങ്ങനെ എല്ലാ ഡ്രോയേഴ്സും വലിച്ച് വാരിയിട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടേബിളും TV സ്റ്റാൻഡും എല്ലാം TV ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളില്ലേ, നമ്മുടെ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ തുടക്കാനുള്ള ഒരു ലിക്വിഡിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡ് നല്ലതാണ് കേട്ടോ. ആ ലിക്വിഡിൽ നമ്മൾ പിന്നെ ചേർക്കുന്നത് നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും പ്രില്ലും ആണ്, കുറച്ച് വെള്ളം. അങ്ങനെ ഈ ഒരു സെക്ഷനിലെ എല്ലാ ഫർണിച്ചേഴ്സും പൊടിമുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിച്ചും വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഏരിയ ആയിട്ട് പൊടിമുട്ടി അടിച്ചു വാരിയിട്ടാണ് ഞാൻ പോവുക. അല്ലാണ്ട് ഒരുമിച്ചിട്ട് തട്ടി അടിച്ചു വാരാൻ നിൽക്കാറില്ല. ഓരോ ഏരിയ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അത് അടിച്ചിങ്ങനെ കൊണ്ടുവന്നാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റാണ് തുടക്കുക.
ഇനിയിപ്പോൾ ഈ പൂജാമുറിൻ്റെ അടുത്തുള്ള ഈ ഒരു വലിയ മാറ്റ് പടുത്ത് കഴുകിയിട്ടതാണ്. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ടേക്കട്ടെ, അല്ലെങ്കിൽ പൊടിയാവും. ഈ ഒരു സെക്ഷൻ അടിച്ചു വാരി കഴിഞ്ഞാൽ 2 റൂമുകളാണ് ഇനി നീറ്റാക്കാനുള്ളത്. അപ്പോൾ അതിൽ ജനൽ മുട്ടാനുണ്ട്, വണ്ണാമ്പല തട്ടാനുണ്ട്, പിന്നെ കേർട്ടൻസ് ഒക്കെ അഴിച്ച് കഴുകുന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മുട്ടിയെടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളും അടുക്കളയിലൊക്കെ ഒന്ന് പോവുക. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ബാത്റൂം കഴുകിയിട്ടാണ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത്. അപ്പം ബാത്റൂമുകൾ മുഴുവൻ അങ്ങ് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പ്രമോട്ടൻ എല്ലാ ഫാനും തുടച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ്. നമ്മൾ പിന്നെ ഈ കമ്പിയും കോലും കൊണ്ട് തുടക്കുന്നതും അവരിങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് സ്റ്റൂളില്ലേ അത് വെച്ച് അതിൻ്റെ മേലെ കയറി തുടക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ തുടക്കുമ്പോൾ നല്ല നീറ്റ്നെസ് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് സ്റ്റൂള് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് തീരെ പേടിക്കേണ്ട, ആരെയും ഒന്ന് ഹെൽപ്പ് ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇല്ലെങ്കിൽ വാങ്ങിച്ചോ. പിന്നെ നല്ല ഉറപ്പുള്ള തന്നെ വാങ്ങിക്കണേ, കാരണം ഇതിൻ്റെ പല ക്വാളിറ്റി ഉള്ളതും ഇറങ്ങും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിച്ചോ, കാരണം ഇതിൽ നിന്നും നമ്മൾ വീണാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നല്ല ഉറപ്പുള്ള തന്നെ വാങ്ങിക്കോ കേട്ടോ. അപ്പോൾ ഇത് നല്ല ഉപകാരമാണ്, പ്രത്യേകിച്ച് എന്നെ പോലെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് നല്ല യൂസ്ഫുൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിലിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയേക്കാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ നല്ലൊരു ഫീൽ വരും നമുക്ക്. അപ്പോൾ ഈ ഒരു കോർണറിൽ ഒരു പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചു, അത് എടുത്തോണ്ട് വരാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റും കൂടി വെച്ചപ്പോൾ അങ്ങ് സെറ്റായി. നമ്മൾ വേറെ പൈസ ചിലവൊന്നും ഇതിൽ നടത്തിയിട്ടില്ല, പക്ഷെ എന്നാലും കട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോഴേക്കും നല്ല വൈബായി. അങ്ങനെ ഇപ്പോൾ ഇതാ ഓരോ ഏരിയയും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടേ. അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഏരിയയും തുടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് 6 മണിയായിട്ടുണ്ട്. പിന്നെ നേരെ പോയി കുളിച്ച് വിളക്ക് കത്തിക്കാൻ പോയി. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല, ചായ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പണി തുടങ്ങിയാൽ പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല. അത് ചിലവരങ്ങനെയായിരിക്കുമല്ലോ, ആ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇത് കഴിഞ്ഞിട്ടേ കഴിക്കും, കാരണം നമ്മൾ ഫുഡ് കഴിക്കാതിരുന്നാൽ ചില സമയം ലേറ്റായി പോകും. ഇതൊക്കെ അങ്ങ് പെൻഡിങ്ങിലായി പോകും. അതുകൊണ്ട് കഴിക്കാനൊന്നുമില്ല. വെള്ളം, ജ്യൂസ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. അപ്പം പിന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഇവിടെ വടകര MRA ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് TV-യിലുള്ള പ്രോഗ്രാമും കണ്ട് അങ്ങനെ ഇരുന്നങ്ങ് കഴിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം വീട് നന്നായിട്ടങ്ങ് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.